ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളുടെ ഇന്നത്തെ എഫ് സി മൊബൈലിലാണ് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പം നമ്മുടെ എഫ് സി മൊബൈലിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെ വെച്ചാൽ നിർത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡിവിഷണൽ റാൻസ് അല്ലേ ഗൈസ്, നമ്മൾ ഡിവിഷണൽ റാൻസ് ആണ് നിർത്തിയെന്ന് തോന്നുന്നു. ബെക്കാൻ ക്രോണോളജിക്കൽസ് അത് നമ്മൾ ചെയ്തായിരുന്നു. സോ നമ്മൾ ഇച്ചിരി കൂടി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ബെക്കാൻ ക്രോണോളജിക്കൽസ്. അതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചത്. സോ അപ്പം നമ്മൾ ഈ സാധനം ഒന്ന് സെറ്റാക്കി വെക്കണം നമുക്കിവിടെ, ഇല്ലെങ്കിൽ സൗണ്ട് കുറവായിട്ടായിരിക്കും കേൾക്കുന്നത്. സോ ഗൈസ്, അപ്പം നമ്മളുടെ ചാനലിനകത്ത് 45 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ 50 സബ്സ്ക്രൈബ് അടിച്ചൊരു ലൈവ് ഇടുന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. 50 സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ലൈവ് ഇടും. സോ അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ആവണം. 50 സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിന് ശേഷം മിക്കവാറും 50 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അതായത് സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ അത് പാടായിരിക്കും. ഗൈസ്, നിങ്ങൾ ഇത് കണ്ടായിരുന്നോ? വേഴ്സസ് ഇടയ്ക്ക് നമ്മൾ വേൾഡ് ക്ലാസ് 5 ആയി. നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. സോ നിങ്ങൾ വേൾഡ് ക്ലാസ് 5 എത്തി. നിങ്ങൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ നമ്മൾ ഫസ്റ്റിൻ്റെ ചാലഞ്ച് കൂടി പോകുന്നതിന് കാരണമുണ്ട്. അക്കോസ് ഇൻഫെർണോയ്ക്കകത്ത് ഒരു ഫൈനൽ കിടപ്പും എനിക്ക്. ഈ ഫൈനലിൽ ജയിക്കാൻ നല്ല പാടാണ്. അതായത് അവന്മാരുടെ OVR കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ പ്ലെയേഴ്സിനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കട്ട തീ പ്ലെയേഴ്സാണോ അവന്മാർ, തീയാണോ അവന്മാർ, ഇൻഫെർണോ ആണോ അവന്മാർ. സോ എന്തായാലും ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാം കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്തേക്കും വിളിച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ എഫ് സി മൊബൈലിൻ്റെ പുതിയ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അവന്മാരുടെ കണ്ടോ 108 OVR, ബെയിലും പെലയൊക്കെ ഫ്രണ്ടിൽ, മർഡോണ ഉൾപ്പെടെ ഉള്ളവന്മാരാണ് അവന്മാർ, മനസ്സിലായോ? നമുക്ക് വലിയ നല്ല ഡിഫൻസുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ മതിയല്ലോ. യെസ് എനിക്ക് ഇവിടുന്ന് ഒരു ഗോൾ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഭയങ്കര ക്ലോസ് ആയിരുന്നത്. സുമരൊക്കെ ഒന്ന് ഓക്കെ. നമ്മൾ ബാക്കിലോട്ട് ലൂക്മാനെ വലിക്കുന്നതിനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ലൂക്മാൻ കിഡിലൻ ഡിഫൻസ് ആണ്. ഫ്രണ്ട് നിൽക്കുകയാണെങ്കിൽ കിഡിലൻ ഡിഫൻസ് ആണ് കേട്ടോ. ഭയങ്കര ഹാർഡാണ്. നമുക്ക് ഇവനൊന്ന് പിടിച്ചു നിർത്തിയാൽ മതി നമുക്ക്. അതായത് കൺട്രോൾ ചെയ്ത് നിർത്തുക. ഒരു ഗോൾ നമ്മൾ ഇനി കൊടുക്കരുത്, അത്രേ ഉള്ളൂ നമ്മളുടെ വലിയൊരു. പതുക്കെ പിടിച്ചു നിർത്തിയത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു നിർത്തുക, അത്രയും നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ മാക്സിമം പിടിച്ചു നിർത്തി. സത്യത്ത് ഭയങ്കര പാടാണ് പിടിച്ചു നിർത്തുന്നത് വെച്ചാൽ. നമുക്ക് ഇനി പിടിച്ചു നിർത്തി വയ്ക്കും. അതായത് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മളുടെ കയ്യിലായിരിക്കും ബോൾ, നമ്മൾ പിടിച്ചു നിർത്തി കളിക്കുക. ഓക്കെ, സോ പിടിച്ചെടുത്ത് ഞാൻ അവിടെയൊക്കെ ഒന്ന് എത്തിക്കട്ടെ കേട്ടോ. ഗൈസ്, അടുത്തൊരു ഗോള് വീണിട്ടുണ്ട്. ഇത് ലാഗ് അടിച്ച് അടുത്തൊരു ഗോള് വീണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരു മിസ് പാസ് കിട്ടിയിട്ടാണ് അത് പോയത്. നമുക്ക് നല്ല ഹാർഡായിട്ടൊരു കളി ഇതാണ്. നമുക്ക് പിടിച്ചു നിർത്തണം മാക്സിമം. ഇനി നമുക്ക് ഈ ബെയിൽ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ ബെയിലിനെ. ബട്ട് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ, അതായത് റൊണാൾഡോ മെസ്സിയൊക്കെ പോലെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ് ബെയിലൊക്കെ എന്ന് വെച്ചാൽ. ബെയിലെന്ന് പറയുമ്പോൾ ഇവന്മാരെ പോലെയല്ല, അതായത് മർഡോണയോ പെലെയോ അങ്ങനെയുള്ളവരെ പോലൊന്നും അല്ല. അവന്മാരെക്കാട്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ് അവര്. അതായത് നമ്മൾ റൊണാൾഡോനെയൊക്കെ പറയത്തില്ലേ, അതേപോലെ. നമുക്കൊരു ഗോളും കൂടി അടിച്ചു പറ്റും. അടിച്ചു കളഞ്ഞതിന് കാരണമുണ്ട്. നിങ്ങൾ എക്സ്ട്രാ ടൈം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ഒരു സമനില എങ്ങനെയെങ്കിലും അത് മാറ്റിയെടുത്ത് പറ്റും. മിസ് പാസുകൾ മാക്സിമം നിർത്താൻ നോക്കുക കേട്ടോ. അതായത് മിസ് പാസ് കിട്ടിയാൽ പോലും നമുക്ക് മിസ് പാസ് കിട്ടാതെ ഒരു കറക്റ്റ്ലി, അതായത്
ടൈം എടുത്ത് തന്നെ നമുക്ക് ഗോൾ അടിക്കാം. അതല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ മിനിറ്റ് കയറി ഗോൾ അടിക്കണം. അതാണ് ഇച്ചിരി കൂടി നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. നോക്കാം. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഇത് എവേ മാച്ചാണ് കേട്ടോ. ഉറപ്പാണ് ഇത് എവേ മാച്ചാന്ന് പറഞ്ഞതിന് വലിയ സംശയമൊന്നുമില്ല. അത് നിങ്ങൾക്ക് കളിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും. അതായത് ഫസ്റ്റ് വീക്ക് എടുക്കുന്നത് സാധാ FC മൊബൈലിനകത്ത് അങ്ങനെയാണ്. മറ്റേതൊക്കെ ടോസ് ഇട്ടാണ് എടുക്കുന്നത് അല്ലേ? ടോസ് ഇട്ടാണ് സാധാ എടുക്കുന്നത്. ബട്ട് എവേ മാച്ച് അതായത് എടാ എടാ നമ്മളെ വിന്നറിനെ മാറ്റണം. ഫസ്റ്റ് ഈ കളി ഒന്ന് തോക്കുവാണെങ്കിൽ നമുക്ക് വിന്നറിനെ മാറ്റി പറ്റും. റാംബസ് കേറു മോനെ. എടാ ഇപ്പൊ ശരിയായി. കാരണം കറക്റ്റ് അതായത് കറക്റ്റ് ഒരു ഫൗളായിരുന്നത്. നമ്മൾ അടിക്കുമല്ലോ കേട്ടോ. നമുക്കിതേ ഉള്ളു വഴി. മർഡോണ എടാ പ്ലീസ്. എന്ത് കഷ്ടമാണെന്നല്ലോ പേരെ. അയ്യോടാ തീർന്ന് 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 തീർന്ന്. നമുക്ക് മെൻഡിസ് കിട്ടിയ ഡിഫൻഡറാണ്. നിങ്ങൾ PSG ഇന്റർമാൻ കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം. PSG ഇന്റർമാനൊന്നും അല്ല കണ്ടേ. നിങ്ങൾ നേരെ പോയിട്ട് ഫൈനൽ അങ്ങ് കണ്ടാൽ മതി. പോർച്ചുഗൽ vs സ്പെയിൻ ഫൈനല്. അടെ ഈ കോർണറിൽ സ്കോർ ചെയ്യണം നമുക്ക്. കോർണർ അല്ലേ ഇത്? യെസ്. എടാ ഇച്ചിരി ഒരു മിനിറ്റ് ഈ സാധനം പിടിച്ച് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് പറ്റും. ഇല്ലെങ്കിൽ പണി കെട്ടിൻ്റെ ഇടും. ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരത്ത് അതിന്റെ കീഴിക്ക് വരെ നിൽക്കുന്നു. അടിമോനെ. എടാ പോരെ അത്രേ ഉള്ളു. ഡ്യൂഡ് ബെല്ലിംഗ്ഹാം അവനാണ് നമ്മളെ താരം. പോലെ അടിച്ച കേറ്റ ഗോള്. എടാ നിക്ക് എന്റെ റെക്കോർഡർ പിടിച്ച് തിരിച്ച് താഴെ കൊണ്ടുവരണേ. മോനെ അത് സീനാണേ. പിടിച്ചെടുത്തത് അവര് ബാക്കിലോട്ട് ഇറങ്ങും. ഇപ്പൊ ഇറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കളിച്ചാൽ മതി. നമ്മൾ ജയിക്കാറായി. യെസ്, നമ്മൾ ഫസ്റ്റ് കളിയിൽ നമ്മൾ ജയിച്ചുകൊണ്ട് തുടങ്ങിയേ പറ്റൂ. ഒരു മിനിറ്റ്, എന്റെ ഹെഡ്സെറ്റ് ഊരിപ്പോന്നു. കാരണം ബാക്കിലോട്ട് ഇറക്കി പിടിക്കുന്നതിനെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ വിചാരിച്ച ത്രോ എങ്ങാനും പോയി വീണ് കഴിഞ്ഞാലേ നമുക്ക് ഏറ്റവും വലിയ പണി. എടാ എങ്ങോട്ടാ അടിച്ചു കളയുന്നു? തീർന്നടാ. പിടി അത്രേ ഉള്ളു. അത് അങ്ങനെ തീർന്നു. അവര് വിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ മോനെ തീരുന്നു. ആലോചിച്ച് നോക്കിയാൽ മതി, കിഡിലായിരിക്കും. ബെയിലൊന്നും അല്ല, മർഡോണയൊക്കെ ആ വിഞ്ഞിന്നൊരു ഷോട്ട് അടിച്ചോണ്ടല്ലേ നമുക്ക് കിട്ടി. നമ്മളുടെ മർഡോണ അടിക്കുന്നവരൊന്നും അടിക്കത്തില്ല. 108 ഒക്കെ മർഡോണയാ. തീർന്നു പോകും നമ്മളൊക്കെ. ഒറ്റ അടി മതി. നമ്മളുടെ ഗോളിക്ക് പോലും, അതായത് നമ്മുടെ ഗോളി 105-ൻ്റെയാണ്, അവന് പോലും തടയാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതാ നമ്മൾ ടൈം അളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഹാഫിനപ്പുറത്ത് കളയാൻ നോക്കിയൊരു നമുക്ക് കിട്ടി. എക്സ്ട്രാ 4 മിനിറ്റേ ഉള്ളു. ഒരു കുറച്ചൊരു ചുമ്മാ ഇങ്ങനെ ഇത് തട്ടി കളിച്ചാൽ മതി. നമ്മൾ സെക്കൻഡ് ടൈമാണ്. ഞാൻ സെക്കൻഡ് ടൈമാണ് വിൻ ചെയ്യുന്നത്. അല്ല, തേർഡ് ടൈമാണ് ഗൈസ്. നമ്മൾ തേർഡ് ടൈമാണ് നമ്മൾ വിൻ ചെയ്യുന്നത്. സോ ഗൈസ്, നിങ്ങളുടെ മുന്നേ വെച്ച് വിൻ ചെയ്യുമ്പോഴേ ഗസി സ്പെയിനിന്ന് ST. ഇവൻ സാമു ഇവനാരാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും ജസ്റ്റ് പറഞ്ഞേക്കാം. സോ നമ്മളെ സാമുവിനെ പിടിച്ച് കയറ്റാം നോക്കാം. സാമുവിനെ പിടിച്ച്, അതായത് സാമുവിനെ നമ്മളെ ടീമിലാക്കാൻ നോക്കാം. ടീമിൽ നല്ല പ്ലെയറാണ് നമ്മൾ ടീമിലോട്ട് കയറ്റുന്നത്. അതായത് നമ്മളെ സാമുവിനെ നമുക്ക് നമ്മളുടെ ലൂക്ക്മാനുമായിട്ടൊന്ന് സ്വാപ്പ് ചെയ്ത് നോക്കാം.
നല്ല സാമുനും എല്ലാം കുറവാണ്. ഫിസിക്കൽ മാത്രം ഇവനുണ്ട്, ഇവനും അതേപോലെ ഫിസിക്കൽ ഉണ്ട്. മാർട്ടിനസിനെ ഇറക്കണോ? മാർട്ടിനസ് നമ്മൾ അർജന്റീന. നിങ്ങൾ പറയണം, നിങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് സാമു ഉണ്ട്, ഇത് അജോർക്കുണ്ട്, പിന്നെ മാർട്ടിനസ് ഉണ്ട്. നിങ്ങൾക്ക് ആരെ വേണം എസ് കെ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ലുക്മാനെ മാറ്റിയിട്ട് അയാളെ വെക്കുന്നതായിരിക്കും. ഓക്കെ. സോ ഗൈസ്, അപ്പം നമ്മളുടെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന നമ്മൾ എൻ്റെ ഹെഡ്സെറ്റ്. ഓക്കെ. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഇവൻറ്റ്സ് ക്രോണിക്കിൾസിനകത്ത് നമ്മളുടെ ബെക്കാം ക്രോണിക്കിൾസ്. ഓക്കെ, ബെക്കാം ക്രോണിക്കിൾസിനകത്ത് നമുക്ക് ഇനി ചെയ്യാനുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 2 ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 2 കുറച്ച് ഞാൻ ചെയ്തത്. ചാപ്റ്ററിനകത്ത് വലുതായിട്ടൊന്നും നമുക്ക് ഇതാണ്ടേ ഇവിടെ നിന്ന് നമുക്കൊരു റിവെഞ്ച്. ഇത് നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കളിയായിരിക്കും എനിക്കറിയാം ദ റിവെഞ്ച് എന്തുവാണ്. സോ അപ്പം നമ്മുടെ ക്യാമറ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതായത് കാരണം എന്നറിയോ, നമുക്ക് ഷൂട്ടിങ്ങിനും ഇതൊന്ന് മേളിലോട്ട് എടുത്ത് വെക്കണം, നമ്മളെ റെക്കോർഡിങ്ങിന് സാധനം. ഓക്കെ, നമ്മളെ ലാഗോ അതോ ലാഗ്. ലാഗ് അടിച്ചടാ ആദ്യമേ വന്നപ്പോഴത്തേക്ക്. ഫിഫ വേൾഡ് കപ്പ് കണ്ടത് അന്നത്തെ ഫിഫ വേൾഡ് നമ്മൾ 2:45 ഹാഫ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിവിടെ ഞാൻ ഇവിടെ വെച്ചേക്കണം. ഓക്കെ. എടാ നമുക്ക് വിങ് മാറ്റാൻ മറന്നുപോടാ. എന്ന് പറയുന്നത് എടുക്കുന്നതിന് അതിൻ്റെ പാടൊന്നുമില്ല. ഫൗള്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഇതൊന്നും. എപ്പം നോക്കിയാലും ഫൗളാ. കറക്റ്റ് കഴിയില്ല അവൻ്റെ. നമുക്ക് ബോളൊക്കെ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് അയ്യോ അത്രയ്ക്കൊന്നുമില്ല. നമ്മുടെ ഡിഫൻഡേഴ്സ് ഭയങ്കര സീനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സാണ് നമ്മളെ തിരുത്തുന്നത്. ഇതേപോലെ നമ്മൾ അറ്റാക്കേഴ്സിൻ്റെ തിരിച്ച് അവന്മാർക്ക് ഒരെണ്ണം കൊടുക്കും. ഞാൻ ഇങ്ങോട്ടാക്കിയതാണ്. എന്നിട്ട് അവന്മാർ ഇവൻ എന്തുവായി അവിടെ ഇട്ട് കാണിക്കുന്നത്? നമ്മൾ ട്രിബിൾ ചെയ്യും കേട്ടോ. ട്രിബിൾ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയതാണ്. പക്ഷെ നമ്മളുടെ ഫ്രണ്ട് ഇരിക്കുന്നവന്മാർ വരെ ജസ്റ്റ് ഇവിടെ തന്നെ 3ാമത്തെ കോർണർ നമ്മള്. അടിച്ച അവന്മാരുടെ മോന്ത കഴിച്ചു നമ്മള്. അങ്ങനെ അടിയായിരുന്നു. എത്ര വലിയ ആളായാലും നമ്മൾ അടിച്ചിരിക്കും. സോ ഇപ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളെ ലൂക്മാനാണ്. ലൂക്മാൻ എത്ര ഗോൾസ് നിങ്ങൾ എല്ലാവരും പറയണം. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇപ്രാവശ്യം ടാർഗറ്റ് ചെയ്യുന്ന ലൂക്മാൻ. ഇപ്രാവശ്യമല്ല, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൂക്മാനെയാണ്. ലൂക്മാൻ എത്ര ഗോൾസ് നിങ്ങൾ എല്ലാവരും പറയണം കേട്ടോ. ലൂക്മാൻ 1 ഗോൾ ഇപ്പം തന്നെ അടിച്ചിട്ടുണ്ട്. സിംഗോ. പക്ഷെ 4ാമത്തെ കോർണറാണ്. നിങ്ങൾ ആലോചിച്ച് വേണം, 4ാമത്തെ കോർണറാണ്. നമ്മളെ സെക്കൻഡ് ഹയസ്റ്റ് ഇതുള്ള പ്ലെയറാണ്, 107. അപ്പോൾ ഇവനൊക്കെ കിട്ടിയില്ലെന്ന് വെച്ചാൽ ഇവനൊക്കെ പവർ സാധനമാണ് കേട്ടോ. നമ്മളുടെ പ്ലേയേഴ്സിനകത്ത് കുറേ എണ്ണം ഭയങ്കര അതായത് നല്ല പവർഫുള്ളാണ്. സൂപ്പർ. നീയൊക്കെ എന്തിനാ കാണിക്കുന്നത്? അഞ്ചാമത്തെ കോർണറാണ്. ആലോചിച്ചു വേണം. ആകെ 4 ഗോളേ ഉള്ളൂ, എന്നിട്ട് 5ാമത്തെ കോർണർ. നിങ്ങൾ ആലോചിച്ചു വേണം.
എടാ സിംഗോ ഓനെ ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തതിന്റെ കാരണമുണ്ട്. ഹെഡർ ഭയങ്കര കൂടുതലാണ് അവന്റെ ഹെഡർ, മനസ്സിലായോ? നമ്മളുടെ പുക്കി തന്നെ നമ്മളുടെ ലൂക്ക്മാനൊക്കെ ചെങ്ങോട്ടാ പോകുന്നത്. റിക്കിലിന്റെ ഡിഫൻസ് കുറവാണ് കേട്ടോ. മർഡോണ വന്നടിച്ചത് എത്ര എണ്ണ. നമുക്കിപ്പം തന്നെ കോർണറൊന്നും വേണ്ട, ഇനി നമ്മൾ ഗോള് മഴ ചെയ്യിപ്പിക്കും. ഇപ്പം എത്ര ഗോളായെന്ന് നോക്കട്ടെ. 6-1. നമുക്ക് ഈ ഒരു കളിയിൽ കുറച്ച് ഗോളേ അടിച്ചുള്ളൂ നമ്മളങ്ങനെ. എങ്ങോട്ടാ അടിച്ചു കളഞ്ഞു? ആരടിച്ചു കളഞ്ഞത്? ആഹാ, ഏഴാമത്തെ കോർണർ നിങ്ങൾ ആലോചിച്ചോ. ഞാൻ ഗോൾ എന്നായിരിക്കും മിക്കവാറും. ഓക്കെ, ഗോൾ ഞാൻ മിക്കവാറും കോർണർ എന്നായിരിക്കും പറഞ്ഞത്. ഒരു കളിയിൽ 7ാമത്തെ കോർണറാണ്. ആലോചിച്ചോണം നിങ്ങൾ. സോയിസിന്റെ റിവാർഡൊക്കെ ഒന്ന് കിട്ടട്ടെ. സോയിസ് അപ്പം നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമ്മളെ ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ റിവെഞ്ച് കൂടി കഴിഞ്ഞ് നിർത്തുവാണ് കേട്ടോ. കാരണം നമ്മളെ വീഡിയോ മിക്കവാറും ലോങ് ആയി കാണും, കാരണം ഇപ്പം തന്നെ കുറച്ച് കൂടുതലായി കാണും. സോ ഡിഫെൻഡിങ് ലീഗ് സ്പേസ് ഇത് കളിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾ ഇത് കളിക്കണമെന്നുണ്ടോ? അതായത് ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഇതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. സോ ലൈക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ഒരു 10 ലൈക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അതായത് നമ്മളുടെ ഇനി നമ്മൾ ടാർഗറ്റ്, അതായത് 50 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ലൈക്കിന് ടാർഗറ്റ് ഒക്കെ വെക്കും. സോ അത്രയും ലൈക്കൊക്കെ നമുക്ക് മാക്സിമം എത്തിക്കാൻ നോക്കണം. റാംബ്രസിനെ കൊണ്ടൊരു ഗോൾ അടിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടുള്ളൊരു സാധനമാണത്. റാംബ്രസിന്റെ ഫസ്റ്റ് ഗോളാണെന്ന് തോന്നുന്നു. ഓടാ മോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടവും ഇങ്ങനെയുള്ള സെലിബ്രേഷൻ. സോ പോട്ടെ ലൂക്ക്മാന്റെ ഗോളാണ്. നമ്മൾ ഗോളിന്റെ മഴ വേദിപ്പിക്കാൻ പോണിന്ന്. അതായത് ലൂക്ക്മാൻ മൊത്തം 3 മാച്ച് കളിച്ചിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മൾ കേട്ടോ കൂട്ടുന്നത്. ഓക്കെ, ലൂക്ക്മാൻ എണ്ണം വരട്ടെ. വാ, ഏതാണ്ട് അയ്യത്തോട്ടൊക്കെ അടിച്ചു കളഞ്ഞ്. റാംബ്രസ് കിടലിന് ഡിഫൻസാണ്. ബെല്ലിംഗ നല്ല ഡിഫൻസാണ്. അപ്പീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോളല്ല, അവന്മാരുടെ ഫോളായിരിക്കും മിക്കവാറും വരുന്നത്. ലാഗടിക്കല്ലേ, ഞാൻ പറഞ്ഞില്ല, അവന്മാരുടെ ഫോളാണ് മിക്കവാറും. ജൂഡ് ബെല്ലിംഗാം. നമുക്ക് ക്ലാസ്സൊന്നുമില്ല, മാറിപ്പടാ. അപ്പം നമ്മളുടെ സെക്കൻഡ് ഗോൾ സെക്കൻഡ് ഗോളല്ല, ഞാൻ ഈ കളിയിൽ സെക്കൻഡ് ഗോളാണ് കേട്ടോ. ലൂക്ക്മാൻ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ കളിച്ചപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത് എനിക്കറിയത്തില്ല, മറന്നു ഞാൻ. ഇപ്രാവശ്യം ഏറ്റവും സെയ്ഡിനൊക്കെ ഉണ്ടോ? നമ്മൾ സെയ്ഡിനെ പർച്ചേസ് ചെയ്യാൻ നോക്കണം. ഹാട്രിക് ബോളാണ് ഗയ്സ്, ഹാട്രിക് ബോൾ. ഓക്കെ, അപ്പം 3 മാച്ചാണ്. 3 മാച്ചിൽ നിന്ന് നമ്മുടെ സീഡിനെ നമുക്ക് വാങ്ങിക്കാൻ നോക്കാം. നമ്മൾ ലാസ്റ്റ് പോയി സെർച്ച് ചെയ്ത് നോക്കാം. എടാ എൻ്റെ ഹെഡ്സെറ്റ് ലൂസായി പോകണം. ഓക്കെ, ഇപ്പം സെറ്റായി ഗയ്സ്. നമ്മുടെ മൈക്കോടെ തന്നെ കൊണ്ട്
മൈക്കല്ല, അതായത് ഹെഡ്സെറ്റിന്റെ സാധനം തന്നെയാണ്. ഓക്കെ, ഈ ഒരു റിവാർഡൊക്കെ എടുക്കാം. സോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞതിന്റെ കാരണം കണ്ടോ, AFA അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വേഴ്സസ് റിയൽ മാഡ്രിഡ്, അതായത് നമ്മളുടെ ടീമാണ്. സോ ഇതിന് 90 കിട്ടും, ഇൻറ്റു 90 പ്ലസ് ആയിരുന്നു സാധ്യത. ഇൻറ്റു 90 വന്നതിന് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പാരീസിനെ കണ്ടോ. സോ പാരീസും ഇന്റർമിയാമിയും തമ്മിലുള്ള കളിയൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് കളിയിലും അതാണ് നമ്മളെ ന്യൂനോ മെൻഡിസ്. കിഡിലും പ്ലെയർ ആയിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ കിഡിലും പ്ലെയർ ആയിരുന്നു. അതായത് പോർച്ചുഗലിനായാലും ആർക്കായാലും കിഡിലെ ഒരു പ്ലെയർ ആയിരുന്നു. AFAയുടെ കൂടെ മോൻ അടിച്ച് പിന്നെയും ഇത് വന്നത് പുഷ് ബാക്ക്. ചോടാ അർജന്റീന അർജന്റീന ചുമ്മാ ചെയ്യാനല്ലേ. അൽവാരിസ് ഒക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതെ, ഇപ്പോഴും ഉണ്ടായിരുന്നു. 2002 കേട്ടോ ഈ വേൾഡ് കപ്പ്. അന്ന് എനിക്ക് തോന്നുന്നു റൊണാൾഡോ ഒക്കെ ഉണ്ടായിരുന്ന സമയമാണിത്. കേറി നമ്മളിന്ന് ഗോളും കൊണ്ട് മഴയിടാൻ പോവാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. സോ നിങ്ങൾ മെസ്സിയടാ സേവടാ, ഞാൻ വിചാരിച്ചില്ല സേവ് ആവുമെന്ന്. ഈ സാധനം ഇവിടെ ഒന്നും നടക്കുന്നുണ്ട. മെസ്സി വേഴ്സസ് മറഡോണ മോനെ. ക്രോസ് ബാർ. മാർട്ടിനസ് നമ്മൾ അന്ന് പറഞ്ഞ നമ്മൾ SK ആക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച ഒരാളായിരുന്നു. എന്തോ വേണം എനിക്ക് സിംഗോ നമ്മളെ കീ കോർണർ കിക്ക് പ്ലെയർ ആയിരുന്നു. സ്ലൈഡ് എടുക്കാൻ നോക്കിയതായിട്ട്. അത് ഭയങ്കര സേവ് ആയിരുന്നു കേട്ടോ. അതൊരു കിടുക്ക സേവ് ആയിരുന്നു. മെസ്സിയടാ, ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല. കളി ശേഷം നമ്മളെ റിവഞ്ചിനകത്ത് 6-2 പൊട്ടിച്ചിട്ടുണ്ട്. സോ നമുക്കിനി അവന്റെ പേര് അവന്റെ പേര് സൈഡൻ എന്നാണ് തോന്നുന്നു. സൈഡേൻ എന്നാണ്, സിഡേൻ അങ്ങനെ എന്തോ ആണ് പേര് എനിക്ക്. സോ അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ കിട്ടിയില്ല ഇതുവരെ. ഓക്കെ എടാ, സാൻഡ്രോ സിഡേൻ നമുക്ക് ഒരു ക്യാം ഉണ്ട് 95. സോ നമുക്ക് അവനെ വാങ്ങിച്ചാലോ? അവനെ വാങ്ങിക്കൊണ്ട് നമുക്ക് ഇനിയും പൈസ വേണം ബട്ട് നമ്മളുടെ ക്യാം എല്ലാം എത്ര ആണെന്ന് നോക്കട്ടെ. എല്ലാം ഭയങ്കര കൂടിയവന്മാരാ, കാര്യമില്ലേ. ശരിയും വേണ്ട നമുക്ക്. സോ ഗൈസ്, അപ്പം നമ്മളെ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പോണ്. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മളെ വീഡിയോയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ആൻഡ് ഗൈസ്, ഞാൻ പറഞ്ഞ ലുക്മാന്റെ ഗോൾ എത്രയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സോ അടുത്തൊരു നെക്സ്റ്റ് മൊമെന്റിൽ പുതിയൊരു വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നത്. ഓക്കെ ഗൈസ്, ബൈ ബൈ.
ജസ്റ്റ് ഒരു പ്രാങ്കായിരുന്നു. സോ ഗൈസ് അപ്പം